നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി വെസ്റ്റ് ബംഗാളിൽ ഇത്തവണ BJP അധികാരത്തിൽ വരുമെന്ന് പ്രവചനങ്ങൾ വന്നതോടെ TMCയുടെ സമനില തെറ്റിയിരിക്കുകയാണ്. മമതാ ബാനർജി ഉറക്കത്തിൽ കിടന്നു പോലും നിലവിളിക്കുന്നു എന്നാണ് ട്രോളുകൾ ഉയരുന്നത്. ഇവിടെ വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്, കേന്ദ്രസേന ഇറങ്ങിയത് കണ്ടില്ലേ എന്നൊക്കെയാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അവിടെ വെസ്റ്റ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതായത് പലയിടത്തും ആക്രമണ ശ്രമങ്ങൾ നടന്നു. പക്ഷെ അതൊക്കെ തന്നെ 2 ലക്ഷത്തോളം അടുത്ത് കേന്ദ്രസേനയാണ് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിരിക്കുന്നത്. പലയിടത്തും സുരക്ഷിതമായി തന്നെ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് വന്ന് തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്രസേന ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ആക്രമണം കുറഞ്ഞ ഒരു വോട്ടെടുപ്പ് തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ നടന്നിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. മുൻ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആ സമയത്തൊക്കെ മരണങ്ങളോട് മരണമായിരുന്നു. ഇലക്ഷന്റെ പോളിംഗ് ബൂത്തുകളിൽ എന്താണ് നടന്നിരുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ BJPക്ക് ശക്തിയുള്ള പോളിംഗ് ബൂത്തുകളിലടക്കം 2 ബോംബെറിയും. അപ്പോൾ അവിടെ ഒരു ഭയ അന്തരീക്ഷം ഉടലെടുക്കും. അപ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ വരുന്നവർ വിചാരിക്കും നമ്മൾ എന്തിനു ഇതിൽ ചെന്ന് പെടണമെന്ന്. അങ്ങനെ വോട്ട് ചെയ്യാതെ തിരിച്ചു പോകും. ഇത്തവണ പക്ഷേ മരണം 0. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ഇറങ്ങി അമ്മാതിരി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇപ്പോഴും അവിടെ വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ബംഗാളിൽ ബാലറ്റ് പേപ്പറിൽ വലിയ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് TMCയുടെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ ഏതോ ഒരു സ്ട്രോങ് റൂമിൽ ഇരുന്ന് കുറച്ച് ആളുകൾ എന്തോ എണ്ണുന്നത് കാണിച്ചുകൊണ്ട് ഇപ്പോൾ അട്ടിമറി നടന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചാരണം നടക്കുന്നത്. മമതാ ബാനർജി അടക്കം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വളരെ നാടകമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മുൻകൂട്ടി അറിയിച്ച് പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിക്കുന്ന നടപടിയാണ് ആ വീഡിയോയിൽ ഉള്ളത്. അല്ലാതെ ഒരു തരത്തിലുമുള്ള അട്ടിമറിയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പരിശോധനയിൽ അറിയിച്ചിരിക്കുന്നത്. അല്ലാതെ ആ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ എപ്പോൾ ഉള്ളതാണ് എന്നൊന്നും കുറിച്ച് യാതൊരു വിവരമില്ല. ഏതോ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സ്ട്രോങ് റൂമിൽ അട്ടിമറി നടന്നു എന്ന് ആരോപിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നുണ്ട്. എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിക്കുന്ന നടപടിയാണ് ആ വീഡിയോ. അത് എന്ന് ചിത്രീകരിച്ചതാണെന്ന് പോലും അറിയില്ല. അതിനെയാണ് ഇപ്പോൾ അവിടെ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി അടക്കം അവിടെ ഒരു സ്ട്രോങ് റൂമിലേക്ക് ഇരച്ചെത്തി അവിടെ വലിയ ഒരു ആക്രമണ അന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ തമ്പടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ BJP പ്രവർത്തകരും എത്തി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ചെറിയ തർക്കങ്ങളൊക്കെ തന്നെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അന്വേഷിച്ച് അതിനുള്ള മറുപടിയും അവിടെ വെച്ച് നൽകി. മാത്രമല്ല തിരിച്ച് മമതാ ബാനർജിയോടും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താൻ സ്ഥാനാർത്ഥിയല്ലാത്ത മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമിൽ മമതാ ബാനർജി എത്തിയത് ചട്ടവിരുദ്ധമാണെന്നും നടപടിയെടുക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നതിന് പിന്നാലെ തോൽവി ഉറപ്പിച്ച മമത നാടകം കളിക്കുകയാണെന്നാണ് BJPയുടെ പ്രധാന വിമർശനം. പഴയതുപോലെ ഏതായാലും TMCയുടെ കളികൾ ബംഗാളിൽ നടക്കാത്തതിന്റെ നിരാശയിലാണ് മമതയെന്നും സ്ട്രോങ് റൂമിന് പുറത്ത് കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം പങ്കുവെച്ച് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബംഗാളിലടക്കം സ്ത്രീ സുരക്ഷയൊക്കെ തന്നെ എത്രത്തോളം അവതാളത്തിലാണ് എന്നുള്ള കാര്യം. അർജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറാണ് അതിക്രൂരമായിട്ട് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. അതൊക്കെ തന്നെ ആരാണ് പ്രതികൾ, ഏത് പാർട്ടിയിൽ പെടുന്നതാണ് എന്നുള്ളതൊക്കെ തന്നെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അവിടെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മമതാ ബാനർജി എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ BJP ഒരു വലിയ മൂവാണ് നടത്തിയിരിക്കുന്നത്. അതായത് TMC പ്രശ്നം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ ഏകദേശം 70-നടുത്ത് മണ്ഡലങ്ങൾ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അവിടെയൊക്കെ തന്നെ റീപോളിംഗ് ആണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീപോളിംഗ് ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ ആവശ്യമെങ്കിൽ മെയ് 2 അല്ലെങ്കിൽ മെയ് 3 തീയതികളിൽ റീപോളിംഗ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. ജില്ലകളിലുടനീളമുള്ള പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള റിപ്പോർട്ടുകളുടെയും പരാതികളുടെയും സൂക്ഷ്മ പരിശോധന തുടരുന്നു.
റീപോളിംഗ് ആവശ്യമുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ റിട്ടേണിംഗ് ഓഫീസർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, നിരീക്ഷകർ എന്നിവർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പോളിംഗ് പാനൽ പരിശോധിച്ചു വരികയാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ അറിയിച്ചിരിക്കുന്നത്. റീപോളിംഗ് ഉണ്ടെങ്കിൽ മെയ് 2 അല്ലെങ്കിൽ മെയ് 3 തീയതികളിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 29 നടന്ന 2ാം ഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് ഈ സംഭവ വികാസം അവിടെ നടന്നിരിക്കുന്നത്. ഏകദേശം 41,000 പോളിംഗ് സ്റ്റേഷനുകളിലായി 142 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഏപ്രിൽ 23 152 മണ്ഡലങ്ങളിലെ ഏകദേശം 44,370 പോളിംഗ് സ്റ്റേഷനുകളിലായി നടന്ന ആദ്യഘട്ടത്തിൽ റീപോളിംഗ് നടന്നില്ല. ബൂത്ത് ജാമിംഗ്, പോളിംഗ് ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തൽ, EVM കൃത്രിമത്വം എന്നിവയുൾപ്പെടെ 3,500-ലധികം പരാതികളാണ് ഘട്ടം ഘട്ടമായി ലഭിച്ചിരിക്കുന്നതെന്നും അതായത് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിച്ചതായും ആരോപിക്കപ്പെടുന്ന 77 പരാതികളെങ്കിലും സൗത്ത് 24 പർഗാനസിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഫാൽറ്റ 32, ഡയമണ്ട് ഹാർബർ 29, മഗ്രഹത്ത് 13, ബഡ്ജ് 3, നാദിയ, പൂർവ ബർധമാൻ, കൊൽക്കത്ത നോർത്ത്, കൊൽക്കത്ത സൗത്ത് തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ പരിശോധന പൂർത്തിയായിട്ടുണ്ടെന്നും അവിടെ പോളിംഗ് ആവശ്യമില്ലെന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നോർത്ത് 24 പർഗാനസിലും സൗത്ത് 24 പർഗാനസിലും പരിശോധന തുടരുകയാണ്. ചില സന്ദർഭങ്ങളിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ EVMകളിലെ ബട്ടണുകൾ പശ കൊണ്ട് പൊതിഞ്ഞതോ അല്ലെങ്കിൽ മഷി പുരട്ടി കറുപ്പിച്ചതോ ആണെന്നും ആരോപിക്കപ്പെടുന്നു. ഇത് അമർത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. മറ്റു ചിലതിൽ ചില ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത വോട്ടർമാരെ അടയാളപ്പെടുത്താൻ അത്ര പോലുള്ള വസ്തുക്കൾ ബട്ടണുകളിൽ പ്രയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ഇപ്പോൾ ആ ഒരു ബട്ടണിൽ ഇപ്പോൾ BJPയുടെ വോട്ട് രേഖപ്പെടുത്തുന്ന ആ ഒരു ബട്ടണിൽ അത്തറ പൂശുന്നു. അതിനുശേഷം വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു കയ്യിൽ നമുക്കറിയാം അത്തറിൻ്റെയൊക്കെ മണം ഒരു ചെറുതായിട്ട് പോലും കയ്യിൽ മണമായി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാകും. പുറത്തിറങ്ങിയിട്ട് TMCയുടെ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ കയ്യെ ഒന്ന് മണപ്പിച്ച് നോക്കുമ്പോൾ ഈ ഒരു അത്തറിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് മനസ്സിലാകുന്നു. അവരെ അടിച്ചൊതുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നിരീക്ഷണ ക്യാമറകൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും ഡയമണ്ട് ഹാർബറിന്റെ ചില ഭാഗങ്ങളിൽ വോട്ടിംഗ് തെരഞ്ഞെടുപ്പുകളിൽ ട്രാക്ക് ചെയ്യാൻ സ്പൈ ക്യാമറകൾ ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട്. ഈ ഡയമണ്ട് ഹാർബർ എന്നൊക്കെ പറയുന്നത് മമതാ ബാനർജിയുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മമതാ ബാനർജി അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ലാത്ത മണ്ഡലങ്ങളാണ്. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ നേരിട്ട് പരിശോധന നടത്താൻ കമ്മീഷൻ പ്രത്യേക നിരീക്ഷകനായിട്ടുള്ള സുബ്രത ഗുപ്തയോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുപ്ത നിലവിൽ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മറ്റ് നിരീക്ഷകരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പതിവിലും കൂടുതൽ സമഗ്രമായ പരിശോധനാ പ്രക്രിയയാണിതെന്നും ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചു. അതേസമയം തന്നെ ഹൗറയിലെ ഉദയനാരായണൻപൂരിൽ പോളിംഗിനിടെ പ്രായമായ ഒരു വോട്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു. അത്തരത്തിൽ ഒരു ചെറിയ വീഡിയോ ദൃശ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. കാരണം വോട്ട് ചെയ്യുന്നതിനിടെ പൂർണ്ണചന്ദ്ര ദോലൂയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വയോധികൻ പോളിംഗ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. എന്നാൽ കേന്ദ്ര സായുധ പോലീസ് സേന അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തുവെന്നാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ. അതിന് വിരുദ്ധമാണ് 80 വയസ്സുള്ള വോട്ടറെ കേന്ദ്രസേന തള്ളി മാറ്റിയെന്നും ബൂത്തിലേക്ക് മകൻ കയറാൻ ശ്രമിച്ചെന്നും തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് എന്നാണ് TMC നേരത്തെ ആരോപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞതെന്നും കുഴഞ്ഞു വീഴുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടത്താൻ പറ്റുമോ അതൊക്കെ തന്നെ സമനില തെറ്റി TMC മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും റീപോളിംഗ് വരുമോ എന്നുള്ളതും ഇപ്പോൾ ആവശ്യം വന്നാൽ നടത്തുമെന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അവിടെ ബൂത്തുകളിലെല്ലാം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള എന്തെങ്കിലുമായി വന്നു കഴിഞ്ഞാൽ കേന്ദ്രസേന അവിടെയുണ്ട്. ഒന്നും നോക്കണ്ട എന്നുള്ള നിർദ്ദേശം തന്നെയാണ് അമിത്ഷാ ഈ പറയുന്ന കേന്ദ്രസേനയ്ക്ക് അടക്കം നൽകിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. മാത്രമല്ല ഒരു തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ മുൻപത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിരലിലെണ്ണാവുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ് ഇത്തവണത്തെ വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ.